ഹായ്, ഞാൻ ദീപ. അപ്പോൾ കഴിഞ്ഞ ഒരു മാസ്കിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അത് ഇത്തിരി സ്പീഡ് കൂടിപ്പോയതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഡീറ്റെയിൽഡായിട്ട് പതുക്കെ നിർത്തിയുള്ളൊരു വീഡിയോ ഞാനിപ്പോൾ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ പുറകിലോട്ട് വെറുതെ തൂവാല പോലെ കെട്ടാവുന്ന ഒരു മാസ്കും അതുപോലെ ചെവിയിലോട്ട് വയ്ക്കാവുന്ന രണ്ട് ടൈപ്പ് മാസ്കും അതിൻ്റെ പാറ്റേണും മെഷർമെൻറ്റും എല്ലാമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പാറ്റേൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാറ്റേൺ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ വട്ടം വരയ്ക്കുന്ന കാര്യം. അതുപോലെ പ്ലേറ്റ് വെച്ച് വട്ടം വരച്ചിട്ട് അത് 4ആയിട്ട് മടക്കിയിട്ട് അതിൽ ഒരു പോർഷൻ എടുത്തേക്കുന്നതാണ് ഇപ്പോൾ കാണുന്ന ഈ ഒരു 2 പീസസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫുൾ വട്ടം, അതായത് ഒരു 10 ഇഞ്ചിൻ്റെ ഒരു പ്ലേറ്റ് വെച്ച് വരച്ചിട്ട് അത് 4ആയിട്ട് നമ്മൾ മടക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പോർഷൻ കിട്ടും. അതാണ് ഈ ഒരു പോർഷൻ ഈ കാണുന്നത്. 10 ഇഞ്ചിൻ്റെ പ്ലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ റേഡിയസ് വരുന്നത് 5 ഇഞ്ചാണ്. ഇതാ കണ്ടോ, 5 ഇഞ്ചാണ് ഇതിൻ്റെ റേഡിയസ് വരുന്നത്. ഇത് വലിയ ആൾക്കാർക്കുള്ള പാറ്റേണിൻ്റെ സൈസാണ്. അതുപോലെ ചെറിയ ആൾക്കാർക്കുള്ള സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു 8 ഇഞ്ചിൻ്റെ പ്ലേറ്റ് മതിയാവും. 8 ഇഞ്ചിൻ്റെ പ്ലേറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് റേഡിയസ് എന്ന് പറയുന്നത് 4 ഇഞ്ചായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ബേസ് ആയിട്ടുള്ള പാറ്റേൺ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മാസ്ക് ഉണ്ടാക്കുന്നതിൻ്റെ നമ്മുടെ ഇപ്പോൾ യൂസ് ചെയ്യാവുന്ന മാസ്കിൻ്റെ പാറ്റേണിലേക്ക് പോകാം. നമുക്ക് ഈ പാറ്റേൺ എടുത്ത് ഇങ്ങനെ വേറൊരു പേപ്പറിൽ വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു കേർവ്ഡ് പോർഷൻ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എല്ലാ ജോയിൻസും മൂലകളും ഒന്ന് മാർക്ക് ചെയ്തേക്കുക. മാർക്ക് ചെയ്തിട്ട് ഈ താഴത്തെ മൂലയിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതുപോലെ നടുക്കത്തെ അവിടുന്നും താഴോട്ടും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം ആ നടുക്കത്തെ അവിടുന്ന് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് ഇച്ചിരി മുകളിലോട്ട് ആക്കി എടുത്തതിന് ശേഷം മുകളിലത്തെ ആ മൂലയിൽ നിന്ന് ഈ താഴത്തെ മൂലയിലേക്ക് നമ്മളൊരു ആം ഹോൾ കേർവ് വെച്ചിട്ടൊരു ഷേപ്പ് കൊടുക്കുക. ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇച്ചിരി ഒന്ന് മുകളിലോട്ട് എടുത്തേച്ച് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. നമ്മുടെ ബേസ് പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പാറ്റേൺ ഉണ്ടാക്കി വയ്ക്കുന്നത്. അങ്ങനെ ഞാൻ പാറ്റേൺ ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു ഈ സൈഡിൽ കാണുന്ന പാറ്റേൺ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പ്ലേറ്റ് വെച്ച് വരച്ചൊരു പാറ്റേൺ ഉണ്ടാക്കി. ആ പാറ്റേണിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇപ്പോൾ കാണുന്ന ഇങ്ങനെ സൈഡിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരുന്ന ഒരു പാറ്റേണിലേക്ക് മാറിയത്. ഈ പാറ്റേൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെവി കൂടെ നമ്മൾ ഇടുന്ന ഈ ഒരു മാസ്കിൻ്റെ പാറ്റേൺ ആണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെറ്റ് തുണിയാണ് ഒരു സൈഡിലേക്ക് വേണ്ടത്. അങ്ങനെ 4 സെറ്റ് തുണി നമുക്ക് ഒരു മാസ്ക് ഉണ്ടാക്കാൻ വേണം. കട്ടിയുള്ള തുണിയാണെങ്കിൽ 4 സെറ്റ് തുണിയും, കട്ടി കുറഞ്ഞ തുണിയാണെങ്കിൽ നമുക്കൊരു 6 സെറ്റ് വേണം. അപ്പോൾ ഇനി നമുക്ക് ഈ തുവാല പോലെ കെട്ടുന്ന മാസ്കിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് നമ്മൾ ഇപ്പോൾ രണ്ടാമതുണ്ടാക്കിയ ഈ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് മൂന്നാമത്തെ പാറ്റേൺ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് ആദ്യം നമ്മൾ വട്ടം വരച്ചിട്ട് ഒരു പാറ്റേൺ ഉണ്ടാക്കി. അതിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ചെവിയിലോട്ട് തൂക്കുന്ന ടൈപ്പ് മാസ്കിൻ്റെ പാറ്റേൺ ഉണ്ടാക്കി. ആ മാസ്കിൻ്റെ പാറ്റേണിൽ നിന്നാണ് നമ്മൾ മൂന്നാമത്തെ തുവാല പോലത്തെ മാസ്കിൻ്റെ പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിന് നമ്മളിത് വേറൊരു പേപ്പറിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇതുപോലെ ഈ കർവുള്ള ഭാഗം ഒന്ന് വരയ്ക്കുക. എന്നിട്ട് മേൾവശത്തുനിന്ന് നമുക്ക് ഏതാണ്ട് ഒരു 15 ഇഞ്ച് നീളം വേണം. ഈ ഒരു സൈഡ്, ഓരോ സൈഡും 15 ഇഞ്ച് നീളം വേണം. ഇതുപോലൊരു ഷേപ്പ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതായത് ആ മേളത്തെ കുനുപ്പിൻ്റെ അവിടുന്ന് നമുക്ക് പറ്റുവാണെങ്കിൽ ആം ഹോൾ കേർവ് വെച്ച് തന്നെ ഒന്ന് വളച്ചെടുത്തിട്ട് ജസ്റ്റ് ഒരു 15 ഇഞ്ച് നീളം വേണം നമ്മുടെ മാസ്കിന്. മാസ്കല്ല, ആ ഒരു സൈഡിലെ പാറ്റേൺ. അത്രേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനായിട്ട്. അപ്പം ഈ മൂക്കിൻ്റെ ഭാഗത്തുനിന്ന് പുറകിലോട്ട് കെട്ടുന്ന ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ നീളം കുറഞ്ഞു വരണം. അത്രയേ ഉള്ളൂ ഇതിനകത്ത് ശ്രദ്ധിക്കാനായിട്ട്. ഒരു ഷേപ്പ് കൊടുക്കുക എന്നുള്ള മാത്രമേ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൂ. നമ്മുടെ കണ്ണിൻ്റെ മുകളിലേക്ക് കയറി വരരുത്. അതുകൊണ്ടാണ് അത് വെച്ചൊന്ന്
വളച്ച് കൊടുക്കുന്നത്. ബാക്കി നമുക്ക് കൈ കൊണ്ടിങ്ങനെ വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന പേപ്പറിന് അത്ര നീളമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇച്ചിരി നീളമുള്ള പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ആ പാറ്റേൺ അങ്ങനെ തന്നെ ഇരുന്നുള്ളൂ. ഇതിപ്പോൾ 12 ഇഞ്ചേ ഉള്ളൂ. നമുക്കൊരു 15 ഇഞ്ചെങ്കിലും വേണം. അത് പിള്ളേർക്കായാലും വലിയവർക്കായാലും ഒരു 15 ഇഞ്ചെങ്കിലും വേണം. എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് വളച്ച് എടുക്കണം ഏറ്റവും അറ്റത്തെത്തുമ്പോഴേ. താഴെയൊക്കെ കറക്റ്റ് അതുപോലെ തന്നെയാണ്, അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരച്ചെടുത്തേക്കുന്ന ഒരു പാറ്റേണാണ് ഈ കാണുന്നത്. ഈ പിള്ളേർക്കും വലിയവർക്കും ഒക്കെ നമ്മൾ ഈ നേരത്തെ ഉണ്ടാക്കിയ മാസ്കിൻ്റെ പാറ്റേൺ വെച്ച് തന്നെ നമുക്ക് ഈ മൂന്നാമത്തെ പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പാറ്റേൺ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പെട്ടെന്ന് ഇത് വെച്ച് മാർക്ക് ചെയ്ത് സംഭവം എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനും ഇതുപോലെ എത്ര തുണി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കട്ടിയുള്ള തുണിയാണെങ്കിൽ നമുക്ക് 4 മതി, 4 സെറ്റ് മതി. ഇനി കട്ടി കുറഞ്ഞ തുണിയാണെങ്കിൽ നമുക്ക് 6 വീതം വേണം. അപ്പം 6 വീതം വേണമെങ്കിൽ ഈ പുറകോട്ട് കെട്ടുന്ന മാസ്കിന് ഈ മൂന്നാമത്തത് അല്ലെങ്കിൽ അതായത് 2 സെറ്റ് വീതമാണല്ലോ, 3 സെറ്റ് വേണം. മൂന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നത് നീളം കുറവായിരിക്കണം. അതായത് നമ്മുടെ ഈ ചെവിയിലോട്ട് കെട്ടുന്ന മാസ്കിൻ്റെ അത്രയുമേ പാടുള്ളൂ. ബാക്കിയെല്ലാം ഇത്രയും നീളത്തിൽ തന്നെ വേണം. കാരണം നമ്മൾ തിരിച്ചിടുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് തിരിച്ചിടാൻ പറ്റത്തില്ല. 3 ഒക്കെ ഉണ്ടെങ്കിൽ തിരിച്ചിടാൻ പറ്റത്തില്ല. 2 മതി ഫുൾ നീളത്തിൽ. ഒരെണ്ണം നടുക്ക് വയ്ക്കുന്ന ഒരെണ്ണം മാത്രം പകുതിയാക്കി ചെയ്താൽ മതി. ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചെവിയിലോട്ട് വയ്ക്കുന്ന ഇലാസ്റ്റിക് വെച്ച് ചെയ്യുന്ന മാസ്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനിപ്പം 4 സെറ്റ് തുണിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. കട്ടി കുറഞ്ഞതാണെങ്കിൽ 3 സെറ്റ് തുണി വേണേ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കേർവ്ഡ് ഭാഗം നമ്മൾ നല്ല വശം അകത്തേക്ക് മാറ്റിയിട്ട് അകത്തേക്ക് വെച്ച് ഇത് ചീത്ത വശത്ത് നമ്മൾ തയ്ച്ചെടുക്കുവാണ്. ഈ ഒരു കേർവ്ഡ് വശത്ത് തയ്ച്ചെടുക്കുക. അങ്ങനെ 2 പോർഷനും തയ്ച്ചെടുക്കണം. അപ്പോൾ തയ്ച്ചു പോരുമ്പോൾ നമ്മൾ എല്ലാം ഒരേപോലെ ഇങ്ങനെ തയ്ച്ചു പോവുകയാണെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സൈഡിലെല്ലാം ഒന്ന് നോച്ച് കൊടുത്തേക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ വൃത്തിയാവണമെങ്കിൽ അതിൻ്റെ 2 സൈഡും തേച്ച് ഇതിൻ്റെ 2 ഇതും വശങ്ങളിലേക്കാക്കി തേച്ച് റെഡിയാക്കിയൊക്കെ എടുക്കാം. ഞാൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്തില്ലേൽ മൂക്കിൻ്റെ അവിടെ കുറച്ച് ഇറിറ്റേഷൻ വരും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഞാനിത് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ എനിക്കിതുവരെ തോന്നിയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല വശം 2ഉം അകത്തേക്കാക്കി, അതായത് തയ്ച്ചെടുത്ത നല്ല വശം 2ഉം അകത്തേക്കാക്കിയിട്ട് ആ തയ്യൽ വരുന്ന ഭാഗം 2ഉം പുറമേ വരത്തക്ക രീതിയിൽ ഇതാ ഇങ്ങനെ കോണോട് കോൺ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് മേളത്തെ 2 വശവും അങ്ങ് ഒരു 2 തയ്യൽ കൊടുക്കുക. ഈ തയ്യൽ കൊടുക്കുമ്പോൾ എല്ലാവരും 2 തയ്യൽ വീതം കൊടുക്കുക. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് തയ്യൽ വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2 തയ്യൽ വീതം കൊടുക്കുക. ഇപ്പം നമുക്ക് മേളിലും താഴെ നമുക്ക് 2 തയ്യൽ വീതം കൊടുത്ത് ഉറപ്പിക്കണം. അപ്പോൾ നമ്മൾ മുകളിലും താഴെയൊക്കെ തയ്ച്ചു കഴിഞ്ഞു. ഇനി ഒന്നെങ്കിൽ നമുക്ക് നോച്ച് കൊടുക്കാം. ഈ തയ്യൽ വന്ന ഭാഗത്തൊക്കെ നോച്ചസ് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ സൈഡിൽ കുറച്ച് തുണി അങ്ങ് വെട്ടിക്കളയാം. തയ്യലിലോട്ട് കയറി വെട്ടരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ നോച്ച് കൊടുക്കുകയോ തയ്യലിൻ്റെ അധികമുള്ള തുണി വെട്ടിക്കളയുകയോ ചെയ്യാം. എന്നിട്ട് നമുക്ക് തുണി അകം പുറം മറിച്ച് ഇടാം. അതായത് നല്ല വശം എടുത്തിടാം. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു ഷേപ്പിലേക്കാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ 2 സൈഡുണ്ടല്ലോ, കോട്ടണൊക്കെ ആണെങ്കിൽ കോട്ടൺ മാസ്ക് തന്നെ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു 2 വശത്തിൻ്റെയും തുണി എടുത്തിട്ട് നമ്മൾ അകത്തേക്കാക്കുക. അതായത് ഒരു മടക്ക് പോലെ നമുക്ക് അവിടെ ഒന്ന് മടക്കി അടിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അകത്തേക്കാക്കി മടക്കി വയ്ക്കുക. എന്നിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് കയറ്റാൻ പോകുന്നത്. ഇലാസ്റ്റിക് നമ്മൾ ഒരു സൈഡിലേക്ക് 6.5 ഇഞ്ച് നീളം ഒരു ഇലാസ്റ്റിക്കിന്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പല മെഷർമെൻറ്റ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പം ഞാനിപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിള്ളേർക്കാണേലും വലിയവർക്കാണേലും 6.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് മതിയാവും. അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ അകത്തേക്ക് മടക്കി വെച്ചിട്ട്
നമ്മളൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇലാസ്റ്റിക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് സൈഡിലോട്ട് വെച്ച് ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ തയ്ച്ചെടുത്താൽ മതി. തയ്ച്ചെടുക്കുമ്പോഴത്തേക്ക് 4 വശവും കൂടെ അങ്ങ് തയ്ച്ചു പോവുക. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് തയ്യലൊന്നും വിടാത്ത രീതിയിൽ നമുക്ക് തയ്ച്ച് ഉറപ്പിക്കാൻ പറ്റും. ഇതാ നമ്മുടെ ചെവിയിലോട്ട് വയ്ക്കുന്ന ടൈപ്പ് മാസ്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈ ടൈപ്പ് മാസ്ക് ഇത് കുറേ നേരം വെച്ച് കഴിയുമ്പോഴത്തേക്കും ചെവിയൊക്കെ അങ്ങോട്ട് വേനിക്കും. കാരണം ഇലാസ്റ്റിക് അല്ലേ. അതിപ്പം കെട്ടുന്നതാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ എനിക്കിഷ്ടം ഈ തുവാല പോലെ പുറകിലോട്ട് കെട്ടുന്ന മാസ്കാണ്. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓരോരുത്തർക്ക് ഏതാണോ കംഫർട്ടബിൾ അത് നിങ്ങൾ നോക്കാം. ഇനി നമുക്ക് അടുത്ത മാസ്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അതും ഇതുപോലെ തന്നെയാണ് തയ്ച്ചെടുക്കുന്നത്. ആദ്യം നമുക്ക് നല്ല വശം അകത്താക്കിയിട്ട് അതിൻ്റെ കർവ് വശം തയ്ച്ചെടുക്കുക. തയ്ക്കുമ്പോഴത്തേക്കും ഒരുപോലെ തന്നെ തയ്ച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തയ്ച്ച് തീർക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ കേവ് വശം രണ്ടും നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ആ സൈഡിലൊക്കെ ആ കേവ് വരുന്ന ഭാഗത്തൊക്കെ നോച്ചിടുക. അത് കഴിഞ്ഞേച്ച് നമ്മൾ നേരത്തെ മാസ്കിന് ചെയ്ത പോലെ തന്നെയാണ് ഇതിനും ചെയ്യേണ്ടത്. ഇപ്പം നല്ല വശം അകത്തോട്ടാക്കി തയ്യലുള്ള വശം പുറത്തേക്ക് കാണത്തക്ക രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഇത് തയ്ച്ചെടുക്കുകയാണ്. പക്ഷേ ഈ ഒരു ഭാഗം വരെ മാത്രമേ നമ്മൾ തയ്ക്കത്തുള്ളൂ. അതായത് താഴത്തെ ഒരു കൈപ്പത്തി അകലം നമ്മൾ തയ്യൽ വിട്ടേക്കും. ബാക്കി എല്ലാ ഭാഗവും തയ്ച്ചെടുക്കും. ഇത്രയും ഭാഗം മാത്രം നമ്മൾ തയ്ക്കത്തില്ല. ബാക്കിയുള്ള ഭാഗമെല്ലാം തയ്ച്ചെടുക്കും. എന്നിട്ട് ഈ വശത്തൂടെയാണ് നമ്മൾ ഇത് തിരിച്ചിടുന്നത്. ഇതിപ്പോൾ എല്ലാ വശവും നമ്മളൊരു 2 അടിയെങ്കിലും അടിച്ചിട്ടുണ്ട്. 2 തയ്യലെങ്കിലും തയ്ച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു ടോപ്പ് പോർഷനൊക്കെ കാണുന്നിടത്ത് ഒന്നെങ്കിലും നമുക്ക് നോച്ചിടാം. ഇപ്പം ഞാൻ അത്രയും കട്ടിയുള്ള ഭാഗമായതുകൊണ്ട് അവിടുത്തെ തുണി അങ്ങ് വെട്ടിക്കളയുകയോ ചെയ്യുന്നത്. അതുപോലെ ആ സൈഡിലത്തെ വശത്തുള്ള തുണിയും നമ്മൾ അതുപോലെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിടുമ്പോഴത്തേക്കും എളുപ്പമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ അകം പുറം തിരിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാസ്കിന് ചെയ്ത പോലെ ഈ തുറന്നിരിക്കുന്ന ഭാഗം നമ്മൾ അകത്തേക്കാക്കിയിട്ട് ഇവിടം തൊട്ട് തയ്ച്ചു തുടങ്ങുമ്പോഴത്തേക്കും എല്ലാ ഭാഗവും ഒന്നുകൂടെ ഒന്ന് തയ്ച്ചു പോവുക. അപ്പം കറക്റ്റായിട്ട് തയ്യലൊന്നും വിടാതെ ഈ ഒരു മാസ്ക് ഇരുന്നോളും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മാസ്ക് രണ്ടും തയ്ച്ച് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു തുവാല പോലെ കെട്ടുന്ന മാസ്കാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടും ഇഷ്ടപ്പെട്ടതും. അത് കെട്ടുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം കെട്ടാനായിട്ട്. അത് ചെവിയുടെ താഴെ കൂടിയാണ് ഈ ഒരു മാസ്ക് കെട്ടേണ്ടത്. അതായത് മൂക്കിൻ്റെ അവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ചെവിയുടെ താഴെക്കൂടെ എടുത്ത് കഴുത്തിൻ്റെ പുറകിലാണ് കെട്ടി വെക്കേണ്ടത്. ഇനി നമുക്ക് മുടിയൊക്കെ ഉണ്ടെങ്കിൽ മുടി കെട്ടി വെച്ച ക്ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ ക്ലിപ്പിൻ്റെ മുകളിലോട്ട് നമുക്കത് കെട്ടി വയ്ക്കാം. മറ്റത് ചെവിയിലോട്ടിടുന്നതാണ്. ചെവിയിലോട്ടിടുന്നത് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി
ബുദ്ധിമുട്ട് പോലെ, ചെവിക്ക് ഇച്ചിരി വേദന പോലെയൊക്കെ തോന്നും. അപ്പോൾ എൻ്റെ പ്രിഫേർഡ് മാസ്ക് എന്ന് പറയുന്നത് ആ തൂവാല പോലത്തെ മാസ്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇപ്രാവശ്യം ഞാൻ വളരെ പതുക്കെ തന്നെ പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് നിങ്ങൾ പറയത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം. നമ്മുടെ എംബ്രോയ്ഡറി ട്യൂട്ടോറിയലിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് ഇടാമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല. അപ്പോൾ അത് എന്തായാലും ഉടനെ തന്നെ ഈ മാസം തന്നെ ഞാനിത് ഇടുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.